രണ്ടാമത്തെ സോങ് വിളിച്ച് ചെയ്യാം. നല്ല പൈസ ഉണ്ട്. പക്ഷെ ആ സംഭവം സാറേ, ആ നമുക്ക് പറഞ്ഞ ആർട്ടിസ്റ്റില്ലേ, ആ പുള്ളിക്കാരൻ എത്തൂലട്ടാ. പക്ഷെ എന്തോ ഒരു കഷ്ടമാണ്. ഇവിടെ നാളെ ഷൂട്ട്. അല്ല സാർ, അതിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇപ്പം ഞാൻ അസിസ്റ്റന്റിനെ പറ്റി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ടെൻഷൻ അടിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞു സാറേ, അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട്. അയാളൊരു ഗായകനുമാണ്, നല്ലൊരു കവിയാണ്. ഗായകനും കവിയും അഭിനയിക്കും ചെയ്യും. 100-300 സോങ് ചെയ്ത ഒരാളാണ്. കഴിവ് തെളിയിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. സോങ് അഭിനയിച്ചിട്ടുണ്ടോ? ആ സാറേ, അഭിനയിച്ചിട്ടില്ല. പക്ഷെ അഭിനയിക്കാനുള്ള നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ആദ്യമായിട്ടല്ലേ ഇപ്പോൾ അഭിനയിക്കുന്നത്? അതെ. ശരി, വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? പേയ്മെൻറ്റും കൊടുക്കണ്ട. പേയ്മെൻറ്റിൻ്റെ അല്ലടോ, നമ്മൾ അഭിനയിക്കുന്ന പുതിയ ഒരാളെ വെച്ച് അഭിനയിക്കുമ്പോൾ നമുക്ക് അത്രയും ടൈം വേസ്റ്റായി പോകും. അല്ല സാറേ, അത് നോക്ക്, ആളെ കണ്ടു നോക്ക്. ഒരു കാര്യം ചെയ്യും, ആളെ വിളിക്ക്. മംഗരാശ, വാ 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 സാർ. ആ സാറേ, അയാൾ 10-200 പാട്ട് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടിയ വ്യക്തി കൂടിയാണ്. എന്തായാലും നോക്കട്ടെ, നമുക്ക് അഭിനയിക്കാന്നുള്ള ടെസ്റ്റ് ചെയ്യണം സാറേ. ആ വാ സാർ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് പങ്കജാശൻ. പങ്കു എന്ന് എല്ലാവരും വിളിക്കുക. പങ്കുലേ? ഓക്കെ. നമ്മളേ ഒരു കവർ സോങ്ങാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഒരു പുഴ തീർത്ത് വെച്ചിട്ടാണ്. ആറാട്ടിൻ ആനകൾ എഴുന്നള്ളിക്കുന്ന ദാസേട്ടൻ്റെ പാട്ടുണ്ടല്ലോ, ആ പാട്ട് അത് ആണ് നിങ്ങൾ ലിപ്പ് കൊടുത്തിട്ട് പാടണം. പാടുമല്ലേ? പിന്നെ പാടും. ഒരുപാട് അവാർഡുകൾ കിട്ടിയത് അതല്ലേ പാട്ട് പാടി. പക്ഷെ നമ്മൾ അത് ലിപ്പ് പ്രധാനമാണ്. അപ്പോൾ ക്ലോസ് ഷോട്ട് എടുക്കുക, ഫസ്റ്റ് ലിപ്പ് കൊടുത്ത് പാടണം. അപ്പോൾ പാടിൻ്റെ ഒരു ശൈലി ഉണ്ടാവും. ആക്ഷൻ അപ്പോൾ അത് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം. ഓക്കെ. ആ സാറേ, ഞാൻ എന്നാലേ നാളത്തെ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ. നിങ്ങൾ എന്തായാലും നോക്ക്. നീ നാളത്തെ ഫുൾ ആർട്ടിസ്റ്റിനെ സെറ്റ് ആക്കിട്ടോ. ഓക്കെ സാറേ, മറക്കല്ലേ? ഇല്ല എല്ലാം വേണ്ട പോലെ. ഞാൻ പങ്കുവിനെ കൊണ്ട് ഒന്ന് റിഹേഴ്സൽ ചെയ്യട്ടെ. ഓക്കെ സാറേ. ഓക്കെ, ശരി ശരി ശരി. നാളെ പുഴയുടെ തീരെ വെച്ചിട്ടാണ് സീൻ. അപ്പോൾ ഒരു പാട്ടിൻ്റെ ഒന്ന് റിഹേഴ്സൽ നമുക്ക് നോക്കാം. കുറച്ച് ആനക്കൂട്ടകൾ ഇങ്ങനെ വരുന്ന സീനാണ്. അപ്പോൾ നിങ്ങൾ നടുക്ക വന്നിട്ട് പുഴയുടെ തീരെ തിന്നിട്ട് സോങ് ഇതാണ്: ആറാട്ടിനാനകൾ എഴുന്നള്ളി. ഈ സീനാണ് അതെടുക്കുക കേട്ടോ. ശരി. അപ്പോൾ ഒന്ന് റിഹേഴ്സൽ നോക്കി. എന്ത്? അല്ലൊരു ആക്ഷനിലോ? ആക്ഷനല്ല, ഇതൊരു സോങ്, ലളിതമായ ഒരു സോങ്ങാണ്. കവർ സോങ്ങാണ്, കൂടുതലുണ്ടാവില്ല. അതൊരു ആനകളുടെ പുഴയുടെ മനോഹരതയൊക്കെ വെച്ചിട്ട് നമ്മൾ പാടുമ്പോൾ ആറാട്ടിനാനകൾ എഴുന്നള്ളി. ശരി സാറേ, എനിക്കിപ്പോൾ മനസ്സിലായി. സിറ്റുവേഷൻ മനസ്സിലായി. പങ്കു ശരി മനസ്സിലായി. ലളിതമായിട്ടുള്ള സോങ് കേട്ടോ. അതിൻ്റെ കൂടുതൽ ആക്ഷൻസ് ഒന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള സിമ്പിൾ ആക്ഷൻ മതി. സിമ്പിൾ ആക്ഷൻ. ആറാട്ടിനാനകളെഴുന്നള്ളി. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സാറേ, ഇത് സിമ്പിൾ. മറ്റേ ആക്ഷൻ മാറ്റി. എടോ അങ്ങനൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത്രേ ഉള്ളൂ. ആറാട്ടി ഇത്ര മതി. ഇതുപോലെ ചെയ്യൂ. ഇത് റിഹേഴ്സൽ കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഇതിൽ അഭിനയിക്കുന്ന കാരണമാണ്. ഞാൻ പാട്ട് പാടുന്ന പോലെയല്ല. നിങ്ങൾ ഒരുപാട് പാട്ട് പാടിയെന്ന് പറഞ്ഞു, 10-200 പാട്ട് പാടി, 100 പാട്ട് എഴുതിയെന്നൊക്കെ പറഞ്ഞു, അവാർഡ് കിട്ടിയെന്നൊക്കെ ശരി. പക്ഷെ അഭിനയിക്കുന്നതിൽ നമ്മൾ അഭിനയിക്കണം, പാട്ട് പാടി അഭിനയിക്കണം. മനസ്സിലായി? ശരി. ഒന്നും കൂടി പോവാം. എന്ത് സാറേ ഇതിങ്ങനെ ചെയ്ത പോലെ? ആരാ ഡയറക്ടർ? ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാനിക്ക് എൻ്റെ ഇതിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എടോ ഞാൻ പറയുന്ന പോലെ ചെയ്യ്. അങ്ങനെ ചെയ്താൽ പറ്റൂല. നമുക്ക് സോങ്ങിന് അങ്ങനെ പറ്റില്ല. എനിക്ക് എൻ്റെതായ ഒരു ഇതില്ല, കഴിവില്ലേ. ഞാൻ ആ കഴിവാണ് പരിപോഷിച്ചത്. എടോ നിങ്ങളുടെ കഴിവല്ല, നമ്മൾ ഈ ഡയറക്ടർ പറയുമ്പോൾ അതുപോലെ ചെയ്യണം. അത് ശരി. ഞാൻ പറയണേ സാറേ, ഈ പാട്ട് ഒന്നുകൂടി കൊഴുപ്പ് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ആക്ഷനാണ് ഞാൻ ചെയ്തത്. കുഴപ്പമില്ല. എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല പണിയൊക്കെ പോയാ ഞാൻ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്തോളിന്നാ, നിങ്ങളാണ് ചെയ്തോളി. ഞാനൊക്കെ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മനുഷ്യനാണ്. അറിയാം നമുക്ക്.
സ്റ്റേറ്റ് അവാർഡ് തന്നെ പിടിച്ച് അടിക്കാനാണ് ഞാൻ. ഞാൻ 300 പാട്ട് എഴുതി, എന്താ 300 പാട്ട് ചെയ്ത്? 200 കവിതകൾ എഴുതി. ഇവിടെ കവിത എഴുതുന്ന പോലെയല്ല, പാട്ട് അഭിനയിക്കണ വേറെ രീതിയാണ്, പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ ഞാൻ എത്ര ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഇതൊക്കെ തരുന്നു. വേണി തീർത്തോളി, എന്തിനാവശ്യം വരും.